കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 2026-27 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റ് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളും വിശകലനങ്ങളുമെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ പൊതുവെ നമ്മൾ കാണുന്ന ചർച്ചകളെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ നാടിനും എന്തൊക്കെ പദ്ധതികളാണ് പുതുതായിട്ട് കിട്ടുന്നത്, അതുപോലെ തന്നെ വിവിധ നികുതികളിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്, ഏതൊക്കെ സാധനങ്ങൾക്കാണ് വില കൂടുന്നത് കുറയുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ബജറ്റുകളോടൊപ്പം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പല ഡോക്യുമെൻറ്റുകളും നമ്മുടെ ഗവൺമെൻറ്റുകൾ വെബ്സൈറ്റുകളിലേക്ക് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് നമ്മുടെ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട പദ്ധതികൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന ചെലവ് എത്രത്തോളമാണ്, ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്ന വരുമാനം എന്താണ്, ഈ വരവും ചെലവും ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുമോ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് 2024-25 സാമ്പത്തിക വർഷത്തിലെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനാലിസിസ് ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ 2026-27 സാമ്പത്തിക വർഷത്തിലെ സംസ്ഥാന സർക്കാരിൻ്റെ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനാലിസിസാണ് നടത്തുന്നത്. ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കൃത്യമായി അനലൈസ് ചെയ്യാനും നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഇപ്പോൾ ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ബജറ്റിനെ അനലൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ബജറ്റ് സ്പീച്ചിനെ അല്ല നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ സിറ്റിസൺസ് ഗൈഡ് ടു ബജറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ഡോക്യുമെൻറ്റുകളും കാണാം. അതിനെയാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഡോക്യുമെൻറ്റുകൾ വായിച്ച് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ അനാലിസിസിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള അക്കൗണ്ടുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തേതാണ് റവന്യൂ അക്കൗണ്ട്, രണ്ടാമത്തേത് ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ റവന്യൂ അക്കൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അക്കൗണ്ടിൽ വരുന്ന ട്രാൻസാക്ഷൻസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സർക്കാരിന് യാതൊരു തരത്തിലുള്ള അസറ്റ്സോ ലയബിലിറ്റിയോ അല്ലെങ്കിൽ ആസ്തിയോ ബാധ്യതയോ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുകയാണ്. അത് സർക്കാരിൻ്റെ ഒരു ചിലവാണ് എന്ന് നമുക്ക് കാണാം. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് ഒരു തരത്തിലുള്ള ആസ്തിയും ബാധ്യതയും ഉണ്ടാവുന്നില്ല. അപ്പോൾ അതിനെ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു വരുമാനം കിട്ടുകയാണ്, അല്ലെങ്കിൽ ലോട്ടറി വിൽപ്പനയുടെ ഭാഗമായിട്ടൊരു വരുമാനം കിട്ടുകയാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഭാഗമായിട്ടും ആസ്തിയോ ബാധ്യതയോ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഭാഗമായിട്ടൊരു വരുമാനവും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു റവന്യൂ റെസീറ്റ് അല്ലെങ്കിൽ ഒരു റവന്യൂ വരവ് എന്ന് പറയും. അപ്പോൾ ഇതാണ് റവന്യൂ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരം ട്രാൻസാക്ഷൻസിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിന് ഒരു ആസ്തിയോ ബാധ്യതയോ ഒരു അസറ്റോ ലയബിലിറ്റിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് റോഡുകൾ പണിയുന്നു, പാലങ്ങൾ പണിയുന്നു, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിത് അതിനകത്തെ കടമുറികൾ വാടകയ്ക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ചിലവ് വരുന്നുണ്ടെങ്കിലും ഭാവിയിൽ അതിൻ്റെ ഭാഗമായിട്ടൊരു വരുമാനം കിട്ടും. ഇവിടെ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഇത്തരം ട്രാൻസാക്ഷനെയാണ് നമ്മളൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി ഗവൺമെൻറ് എവിടെ നിന്നെങ്കിലും കടമെടുക്കുകയാണെന്ന് വിചാരിക്കുക. ഈ കടമെടുക്കുമ്പോൾ ഗവൺമെൻറ്റിന് ഒരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിലും ഭാവിയിൽ അതൊരു ബാധ്യതയായി മാറുകയാണ്. കാരണം ഈ കടം തിരിച്ചടയ്ക്കണം. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനെ നമ്മൾ ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയും. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അനാലിസിസിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, സംസ്ഥാന സർക്കാർ വരുന്ന സാമ്പത്തിക വർഷത്തിൽ എത്രത്തോളം വരുമാനമുണ്ടാവും, എത്രത്തോളം ചെലവുകളുണ്ട് എന്നതിൻ്റെ എസ്റ്റിമേറ്റാണ് ഇവിടെ നടത്തുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ഗവൺമെൻറ്റിൻ്റെ വരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എസ്റ്റിമേറ്റുകളിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തെക്കുറിച്ച് പറയുമ്പോൾ 2 തരത്തിലുള്ള വരവുകളുണ്ട്. റവന്യൂ റെസീറ്റുമുണ്ട്, ക്യാപിറ്റൽ റെസീറ്റുമുണ്ട്. നമുക്ക് ആദ്യം റവന്യൂ റെസീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എസ്റ്റിമേറ്റുകൾ നോക്കാം. ഈ റവന്യൂ റെസീറ്റിൽ പ്രധാനമായിട്ടും 4 തരത്തിലുള്ള വരുമാനങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലൊന്നാമത്തേതാണ് സംസ്ഥാനത്തിൻ്റെ ഓൺ ടാക്സ് റവന്യൂ അല്ലെങ്കിൽ തനത് നികുതി വരുമാനം എന്ന് പറയുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തിന് നേരിട്ട് കിട്ടുന്ന ധാരാളം നികുതി വരുമാനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ GST കൊടുക്കുമ്പോൾ അതിനകത്തൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് SGST അല്ലെങ്കിൽ സ്റ്റേറ്റ് GST എന്ന് പറയുന്നത്. ഇത് സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് കിട്ടുകയാണ്. അതുപോലെ തന്നെ വാഹന നികുതി, ഭൂനികുതി, സെയിൽസ് ടാക്സ്, ഇങ്ങനെയുള്ള പല നികുതികൾ നമ്മൾ സംസ്ഥാനത്തിന് നേരിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം എന്ന് പറയുന്നത്. 94,002 കോടി രൂപയാണ് ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ഇനി അടുത്തത് സംസ്ഥാനത്തിന് നേരിട്ട് കിട്ടുന്ന നികുതി ഇതര വരുമാനങ്ങളാണ്, നോൺ ടാക്സ് റവന്യൂ ആണ് എന്ന് കാണാം.
ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ ലോട്ടറി വിൽപ്പനയുടെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിന് വരുമാനം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പല പബ്ലിക് സെക്ടർ സ്ഥാപനങ്ങളുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് വരുമാനം കിട്ടുന്നുണ്ട്. ഗവൺമെൻറ് ജനങ്ങൾക്ക് കൊടുക്കുന്ന സേവനങ്ങളുടെ ഭാഗമായിട്ട് ചെറിയ വരുമാനങ്ങൾ കിട്ടുന്നുണ്ട്. ഇതിനെല്ലാം കൂടെയൊക്കെ ചേർത്തിട്ടാണ് ഈ നികുതി ഇതര വരുമാനങ്ങൾ എന്ന് പറയുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് 20,355 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. ഇനി അടുത്ത 2 റവന്യൂ റെസീറ്റ്സ് എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ വെളിയിൽ നിന്നും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന വരുമാനങ്ങളാണ്. അതിലൊന്നാമത്തേതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ടാക്സ് ഷെയർ അല്ലെങ്കിൽ നികുതി വിഹിതം എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ GST കൊടുക്കുമ്പോൾ അതിനകത്ത് CGST സെൻട്രൽ GST ഉണ്ട്. ആ വരുമാനം കേന്ദ്ര ഗവൺമെൻറ്റിനാണ് കിട്ടുന്നതെങ്കിലും അതിൻ്റെ ഒരു വിഹിതം സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്നും പോകുന്ന ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, ഇങ്ങനെയുള്ള ടാക്സുകളൊക്കെ കേന്ദ്ര സർക്കാരിന് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കുന്നത് കാണാം. അപ്പോൾ ഈ രീതിയിൽ ഏകദേശം 42,114 കോടി രൂപ ലഭിക്കുമെന്നാണ് ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഗ്രാൻസ് ഇൻ എയ്ഡ് അല്ലെങ്കിൽ വിവിധ ധനസഹായങ്ങളാണ്. ഇപ്പോൾ പല പദ്ധതികളുടെ ഭാഗമായിട്ട് പല സെൻട്രൽ സ്കീമുകളുടെയൊക്കെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഗ്രാൻറ്റുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ ഇനത്തിൽ നമ്മുടെ ഗവൺമെൻറ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 26,499 കോടി രൂപയാണ്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ റെസീറ്റ്സിൻ്റെ ഭാഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ മുഴുവൻ റവന്യൂ റെസീറ്റ് എന്ന് പറയുന്നത് എല്ലാം കൂടെ കൂട്ടിക്കഴിയുമ്പോൾ 1,82,000 കോടിയോളമാണ് എന്ന് നമുക്ക് കാണാം. ഇനി നമ്മുടെ വരുമാനം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. റവന്യൂ റെസീറ്റ്സിന് പുറമെ ക്യാപിറ്റൽ റെസീറ്റ്സ് ഉണ്ട്. ഇവിടെ പ്രധാനമായിട്ട് 2 തരത്തിലുള്ള ക്യാപിറ്റൽ റെസീറ്റ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തേതാണ് റിക്കവറി ഓഫ് ലോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ പല തരത്തിലുള്ള വായ്പകൾ കൊടുക്കാറുണ്ട്. അതിൻ്റെ റിക്കവറിയുടെ ഭാഗമായിട്ട് കിട്ടുന്ന വരുമാനമാണ് ഏകദേശം 1,449 കോടി രൂപയാണ് എന്ന് കാണാം. ഇനി അടുത്തതെന്ന് പറയുന്നത് മറ്റുള്ള ക്യാപിറ്റൽ വരുമാനങ്ങളാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഷെയറുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും അസറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വിറ്റിട്ട് ഗവൺമെൻറ്റിന് പലപ്പോഴും വരുമാനം കിട്ടാറുണ്ട്. ഇതിനെയാണ് ഈ മറ്റുള്ള ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്നത്. ഏകദേശം 60 കോടിയോളം രൂപയാണ് എന്ന് കാണാം. ഇങ്ങനെ മൊത്തം ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്നത് 1,515 കോടി രൂപയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണക്ക് കൂട്ടിയിട്ടുള്ള റവന്യൂ റെസീറ്റും അതുപോലെ തന്നെ ഇപ്പോൾ കണക്ക് കൂട്ടിയ ക്യാപിറ്റൽ റെസീറ്റും കൂടെ കൂട്ടുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മൊത്തം വരുമാനത്തിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നമുക്ക് കിട്ടും. ഏകദേശം 1,84,000 കോടിയോളമാണ് ഇതേ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഗവൺമെൻറ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ വരവ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗവൺമെൻറ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ചെലവ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വരവിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമുക്ക് 2 അക്കൗണ്ടുകൾ കാണാം. ഒന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ, രണ്ടാമത്തേത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചർ നോക്കുകയാണെങ്കിൽ റെക്കറിംഗ് ആയിട്ട് വരുന്ന, അതായത് നമുക്ക് ബാധ്യതയോ ആസ്തിയോ ഒന്നും ക്രിയേറ്റ് ചെയ്യാത്ത പലതരത്തിലുള്ള ചിലവുകളും ഗവൺമെൻറ്റിന് വരുന്നത് കാണാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പോലീസ്, അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന ശമ്പളം, പെൻഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പൊതു സർവീസുകൾ, അതുപോലെ തന്നെ പൊതുജനാരോഗ്യം, കുടുംബക്ഷേമം, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് കൊടുക്കുന്ന സാമൂഹിക സർവീസുകൾ, അതുപോലെ തന്നെ ഗ്രാമവികസനം, ഗതാഗതം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് കൊടുക്കുന്ന സാമ്പത്തിക സർവീസുകൾ, ഇതിനെല്ലാം പുറമെ സംസ്ഥാന സർക്കാർ തങ്ങൾക്ക് കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പഞ്ചായത്തുകൾക്കും പലതരത്തിലുള്ള വിഹിതങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുന്നതിനെയാണ് നമ്മുടെ ടോട്ടൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. 2,17,558 കോടി രൂപയാണ് അടുത്ത വർഷത്തേക്ക് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഓരോ ഭാഗത്തും എത്ര തുകയാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോമ്പോണൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെയാണ് പലിശ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തിൻ്റെ പലിശയാണ് എന്നൊരു സംശയം നമുക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ സർക്കാർ മാത്രമല്ല, ഇതിന് മുന്നേയുള്ള വിവിധങ്ങളായിട്ടുള്ള സർക്കാരുകൾ ഓരോ കാലഘട്ടത്തിലും പുറത്തു നിന്നും പണം കടമെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കടമെടുക്കുന്ന പണത്തിനെല്ലാം നമ്മൾ പലിശ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് സർക്കാരുകൾക്ക് വരുന്ന റെക്കറിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ആസ്തിയോ ബാധ്യതയോ ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കുന്നത്. സോ വരുന്ന സാമ്പത്തിക വർഷത്തിൽ ഈ പലിശ ഇനത്തിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 34,376 കോടി രൂപയാണ് എന്ന് കാണാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് 2,17,000 കോടി രൂപയോളം നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇനി എക്സ്പെൻഡിച്ചറിലുള്ള അടുത്ത ഭാഗമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് 2 ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യത്തേതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ബജറ്റിൽ കേൾക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ് ചെയ്യുന്ന പല പദ്ധതികളും ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. മൂലധന അടങ്കൽ എന്ന് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കാണാൻ സാധിക്കും. 19,451 കോടി രൂപയാണ് നമ്മളിവിടെ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന് പുറമെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ മറ്റൊരു ഭാഗവും കൂടെ ഉണ്ട്. ഗവൺമെൻറ് ഓരോ വർഷവും പുതിയ വായ്പകളൊക്കെ കൊടുക്കാറുണ്ട്. ഇവിടെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 2,897 കോടി രൂപയാണ് എന്ന് കാണാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ നമുക്ക് മുഴുവൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ എസ്റ്റിമേറ്റ് കാണാൻ സാധിക്കും. 22,398 കോടി രൂപയാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മുടെ സംസ്ഥാനം അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് മുഴുവൻ ചെലവായിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് ഈ റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന ഏകദേശം 2,39,907 കോടി രൂപയാണ് എന്ന് നമുക്ക് കാണാം.
അപ്പോൾ ഈ ഫിഗറുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകും. വരുന്ന സാമ്പത്തിക വർഷത്തിലേക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തിന് വേണ്ടി 2,40,000 കോടി രൂപയോളം ചെലവാക്കാൻ പദ്ധതിയിടുമ്പോൾ 1,84,000 കോടി രൂപ മാത്രമാണ് വരുമാനമായി എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഏകദേശം 55,419 കോടി രൂപയുടെ ഒരു കുറവ് ഇവിടെ ഉണ്ട് എന്ന് കാണാം. അപ്പോൾ ഈ കുറവ് എങ്ങനെയാണ് പരിഹരിക്കുന്നത്? അതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉത്തരമുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 50,000 രൂപയുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ നമുക്ക് 60,000 രൂപയുടെ ആവശ്യമുണ്ടെങ്കിൽ 10,000 രൂപ നമ്മൾ എവിടെ നിന്നെങ്കിലും കടമെടുക്കും. അതുതന്നെയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഈ 55,419 കോടി രൂപ അടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് കടമെടുക്കാൻ നമ്മുടെ ഗവൺമെൻറ് തീരുമാനിക്കും. ഇതിനെയാണ് ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ബോറോവിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് അല്ലെങ്കിൽ കടമെടുപ്പും മറ്റ് ബാധ്യതകളും എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കടമെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പൈസ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് വരികയാണ്. ഗവൺമെൻറ്റിന് ഒരു ഇൻകമാണ് അല്ലെങ്കിൽ ഒരു വരവാണ് എന്ന് നമുക്ക് കാണാം. പക്ഷേ ഇതിൻ്റെ ഭാഗമായിട്ട് ഒരു ബാധ്യത ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ ക്യാപിറ്റൽ റെസീറ്റിൻ്റെ ഭാഗത്താണ് ഈ ഒരു തുക ആഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ ക്യാപിറ്റൽ റെസീറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റിക്കവറി ഓഫ് ലോൺസും അതർ റെസീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 2 കോമ്പണൻസിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഘടകം കൂടി അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ വരവിനെയും ചെലവിനെയും നമ്മുടെ ഗവൺമെൻറ് ബാലൻസ് ചെയ്യുന്നത്. സോ ഗവൺമെൻറ് ബജറ്റിനൊപ്പം പുറത്തുവിടുന്ന ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും ഗവൺമെൻറ്റിൻ്റെ വരവും ചെലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരും, ഇതിലൂടെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു അഭിപ്രായം പറയാൻ സാധിക്കുക? അപ്പോൾ അതിന് മറ്റ് ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പല തരത്തിലുള്ള ബജറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. സർപ്ലസ് ബജറ്റുണ്ട്, അതുപോലെ തന്നെ ഡെഫിസിറ്റ് ബജറ്റുണ്ട്. ഏത് സർക്കാരിൻ്റെ ബജറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതൊരു ഡെഫിസിറ്റ് ബജറ്റ് അല്ലെങ്കിൽ കമ്മി ബജറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. കാരണം എല്ലായിടത്തും വരവ് കുറവും ചിലവ് കൂടുതലുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ബജറ്റും ഒരു കമ്മി ബജറ്റാണ്, ഒരു ഡെഫിസിറ്റ് ബജറ്റാണ്. അപ്പോൾ അവിടെ പല തരത്തിലുള്ള ഡെഫിസിറ്റുകളുണ്ട്. അതിലൊന്നാമത്തേതിനെയാണ് ധനക്കമ്മി അല്ലെങ്കിൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്കാരിൻ്റെ മുഴുവൻ വരവും മുഴുവൻ ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇതിനെ തന്നെയാണ് നമ്മൾ നേരത്തെ ബോറോവിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞത്. സോ അടുത്ത സാമ്പത്തിക വർഷം നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 55,419 കോടി രൂപയാണ്. ഇതിങ്ങനെ പറയുന്നതിനേക്കാൾ സംസ്ഥാന GDPയുടെ ഇത്ര ശതമാനം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ GSDP എന്ന് പറയുന്നത് ഏകദേശം 16 ലക്ഷം കോടി രൂപയായിട്ടാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ 3.4% ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് കാണാം. അപ്പോൾ ഇത് നല്ലതാണോ മോശമാണോ എന്നൊരു ചോദ്യം ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ FRBM ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞുള്ള ഒരു ആക്ട് ഉണ്ട്. അവിടെ പറയുന്നത് നമ്മുടെ GDPയുടെ 3% താഴെ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് നിർത്തണമെന്നാണ്. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറച്ച് കൂടുതലാണെന്ന് നമുക്ക് കാണാം. പക്ഷേ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിഗറിനെ മാത്രം വെച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ നമുക്ക് അളക്കാൻ സാധിക്കുകയില്ല. കാരണം സംസ്ഥാനം കടമെടുക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ കടമെടുക്കുന്ന പണം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കടമെടുക്കുന്ന പണം നമ്മുടെ റവന്യൂ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരു തരത്തിലുമുള്ള അസറ്റും ക്രിയേറ്റ് ചെയ്യാതെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് മോശം കാര്യമാണ്. പക്ഷേ നമ്മൾ കടമെടുക്കുന്ന പണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് നമുക്ക് ഭാവിയിൽ വരുമാനം ഉണ്ടാക്കുന്ന പ്രൊജക്റ്റുകളിലേക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നല്ലതാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ സംസ്ഥാനം റവന്യൂവിലേക്കാണോ ക്യാപിറ്റലിലേക്കാണോ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതിന് മറ്റ് ചില നമ്പറുകളും കൂടി നമ്മൾ അനലൈസ് ചെയ്യണം. അതിൽ ഒന്നാമത്തേതാണ് റവന്യൂ കമ്മി അല്ലെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അത് റവന്യൂ എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ റവന്യൂ റെസീറ്റും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇപ്പോൾ നിലവിലത്തെ ബജറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 34,586 കോടി രൂപയാണെന്ന് കാണാം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന GDPയുടെ 2.12%. അപ്പോൾ ആ ഒരു നമ്പർ കുറച്ച് കൂടുതലാണ് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെലവിൻ്റെ ഭൂരിഭാഗവും കടമെടുത്ത് പോലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ ചെലവിൻ്റെ ഭൂരിഭാഗവും റവന്യൂ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ഉപയോഗിക്കുകയും ഭാവിയിൽ നമുക്ക് ഗുണമുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി കുറച്ച് മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് നല്ലതല്ല എന്നുള്ളൊരു അഭിപ്രായം മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുകയും ഈ റവന്യൂ ഡെഫിസിറ്റ് അല്ലെങ്കിൽ റവന്യൂ കമ്മി കുറച്ച് കൊണ്ടുവരികയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇവിടെ അടുത്തൊരു നമ്പറും കൂടെ ഉണ്ട്. അതിനെയാണ് പ്രൈമറി ഡെഫിസിറ്റ് അല്ലെങ്കിൽ പ്രാഥമിക കമ്മി എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞ പലിശ, ഞാൻ പറഞ്ഞല്ലോ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗമായിട്ട് ഒരു വർഷം കൊടുക്കാനുള്ള പലിശ നമ്മൾ നേരത്തെ എസ്റ്റിമേറ്റ് ചെയ്യുക ഏകദേശം 34,000 കോടി രൂപയോളമാണ്. സോ നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്നും ആ ഒരു പലിശ ഇനത്തിൽ കൊടുക്കുന്ന ആ ഒരു എക്സ്പെൻഡിച്ചറിനെ കുറയ്ക്കുന്നതിനെയാണ് ഈ പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും രൂപ കടമെടുക്കുന്നുണ്ടെങ്കിലും ആ കടത്തിൻ്റെ ഒരു വലിയ ഭാഗം പണ്ടത്തെ കടത്തിൻ്റെ പലിശ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലേക്ക് വകയിരുത്തുകയാണെങ്കിൽ വലിയ രീതിയിൽ സംസ്ഥാനത്തിന് നേട്ടമുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ സ്റ്റേറ്റ് GDPയുടെ പെർസെൻറ്റേജ് ആയിട്ട്
നോക്കുകയാണെങ്കിൽ 1.29% എന്ന് കാണാം. അതും കുറച്ച് കൊണ്ടുവരികയാണ് എപ്പോഴും നല്ലത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ എല്ലാം ഒപ്പം നമ്മുടെ ഗവൺമെൻറ് മറ്റൊരു കണക്ക് കൂടി ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ കടമെന്ന് പറയുന്നത്. അതായത് ഇത്രയും കാലവും കൊണ്ട് നമ്മുടെ സംസ്ഥാനം എടുത്തിട്ടുള്ള ആകെ കടബാധ്യത എന്ന് പറയുന്നത് 5,44,832 കോടി രൂപയാണ്. ഇത് നമ്മുടെ സംസ്ഥാന GDPയുടെ 33.44% എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിലാണ് സർക്കാരുകളുടെ ആ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അനലൈസ് ചെയ്യുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ എല്ലാം ഒപ്പം അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഇതിനെ മറ്റൊരു രീതിയിലും ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സംസ്ഥാന സർക്കാരിന് 1 രൂപ കിട്ടുന്നത് എവിടെ നിന്നുമാണ്, നമ്മുടെ സംസ്ഥാന സർക്കാർ ആ 1 രൂപ ചെലവഴിക്കുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന് 1 രൂപ ലഭിക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഒന്നാമത്തേത് ഗവൺമെൻറ്റിന് നേരിട്ട് കിട്ടുന്ന വരുമാനങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ തനത് നികുതി വരുമാനവും അതുപോലെ തന്നെ നികുതി ഇതര വരുമാനവും. സോ ഗവൺമെൻറ്റിന് കിട്ടുന്ന 1 രൂപയിൽ 39.18 പൈസ ഗവൺമെൻറ്റിൻ്റെ തനത് നികുതി വരുമാനവും 8.48 പൈസ നികുതി ഇതര വരുമാനവുമാണ്. അങ്ങനെ ഇത് രണ്ടും കൂടെ ചേർന്ന് 47.66 പൈസ ഗവൺമെൻറ്റിന് നേരിട്ട് കിട്ടുന്നതാണ്. ഇനി രണ്ടാമത്തേത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നികുതി വിഹിതമായിട്ട് 17.55%, അതുപോലെ തന്നെ ധനസഹായമായിട്ട് 11.05% കിട്ടുന്നു. അങ്ങനെ മൊത്തം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നത് 28.6 പൈസയാണ്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ഗവൺമെൻറ് എടുക്കുന്ന കടമാണ്. നമ്മുടെ ബോറോയിങ് ആണ്. 21.42 പൈസയും കടമായിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മുഴുവൻ വരുമാനത്തിൻ്റെ 1/5 ഭാഗവും കടമായിട്ടാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഒരു 3% വരുന്നുണ്ട്. അത് ചെറിയ സ്രോതസ്സുകളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന് 1 രൂപ ലഭിക്കുന്നത്. ഇനി ഗവൺമെൻറ് ഈ 1 രൂപ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ സ്പെൻഡിങ്ങിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്, റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്. അതിനെ വ്യത്യസ്തമായിട്ട് പറയുന്നില്ല. ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നത് 43.97 പൈസയും സ്പെൻഡ് ചെയ്യുന്നത് പൊതുസേവനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിനകത്ത് ഈ പറഞ്ഞിട്ടുള്ള പെൻഷൻ, ശമ്പളം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പോലീസിന് വേണ്ടിയിട്ടുള്ള ചിലവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി സാമൂഹിക സർവീസുകൾക്ക് വേണ്ടിയിട്ട് 32.23% സ്പെൻഡ് ചെയ്യുന്നത്. ഏറ്റവും ഒടുവിൽ സാമ്പത്തിക സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് 15.13 പൈസയും സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഈ രീതിയിലാണ് 1 രൂപ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഫാക്റ്റുകൾ ഈ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നും, അപ്പോൾ അതിലൂടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള കൃത്യമായ ഒരു പിക്ചർ നമുക്ക് ലഭിക്കുമെന്നും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ ഈ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ 2026-27 വർഷത്തിലേക്കുള്ള കേന്ദ്ര സർക്കാരിൻ്റെയും ബജറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെയും കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ബജറ്റ് അനലൈസ് ചെയ്തതിലൂടെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല ടോപ്പിക്സുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.